ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇൻ യുവർ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. ഓക്കെ. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു സമയമാണ്. അതായത് അവരുടെ ലൈഫിൽ ഒരു സക്സസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ പല തരത്തിൽ അവർ പല കാര്യങ്ങളിലൂടെ പല ഉത്തരവാദിത്തങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ടില്ല. അവരുടെ ലൈഫിനെ തന്നെ മറ്റു വ്യക്തികളാലെ കൺട്രോൾ ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ ലൈഫിൽ ഒരു സക്സസ് ഉണ്ടാവണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. അത്രമാത്രം അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം ആണ് നിങ്ങൾക്കിടയിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ. അതായത് അവരുടെ ലൈഫിന് ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കാനായിട്ട് അവർ ഒരുപാട് ശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിനിടയിൽ അവർക്ക് ചിലപ്പോൾ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഒരു നല്ല രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ തരാനോ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരാനോ കഴിയാത്തതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ അവർക്കറിയാം നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്താണ് അവർ ഒരുപാട് സന്തോഷിച്ചിരുന്നത്, ഒരുപാട് കളർഫുൾ ആയിട്ടിരുന്നത് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ആ കാര്യങ്ങളെല്ലാം അവർ മാറ്റി വെച്ചിരിക്കുകയാണ്. ഈ റിലേഷൻഷിപ്പിന്റെ സന്തോഷങ്ങൾ, റിലേഷൻഷിപ്പിലൂടെ കൊണ്ടുപോകുന്ന ആ ഒരു റൊമാൻറ്റിക് ഫീലിങ്സ് എല്ലാം അവർ ഈ ഒരു സമയത്ത് മാറ്റി വെച്ചിരിക്കുകയാണ് എന്ന് കാണുന്നുണ്ട്. കാരണം അവരുടെ ലൈഫിൽ അത്രമാത്രം സ്ട്രഗിൾസ് ആണ് അവർ അനുഭവിക്കുന്നത്. അതായത് ഒരുപാട് സ്ട്രെങ്ത് ഉള്ള ഒരു പേഴ്സൺ ആണ്. പക്ഷെ അവർക്ക് അവർക്ക് അവരുടെ ചുറ്റിലുമുള്ള ഒരുപാട് പ്രതിബന്ധങ്ങൾ അവരെ തടസ്സപ്പെടുത്തുക, ഒരുപാട് പ്രതിബന്ധങ്ങൾ അവരെ ഈ റിലേഷൻഷിപ്പിൽ നിന്നുള്ള ആ, കാര്യങ്ങളിൽ നിന്നെല്ലാം അവരെ മാറ്റിക്കൊണ്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് ചുറ്റും ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നേരിടേണ്ടതായിട്ട് അല്ലെങ്കിൽ അതിനോട് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നൊരു സാഹചര്യം അവരിലേക്ക് കാണുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ സെപ്പറേഷൻ ഉണ്ടാക്കാനോ ഉള്ള റീസൺ ആയിട്ട് കാണുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ. ഓക്കെ. കൂടാതെ തന്നെ അവരുടെ ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസിലൂടെ അവർ കടന്നു പോവുകയാണ്. ഒരുപാട് ലൈഫ് ലെസൺസിലൂടെ അവർ കടന്നു പോവുകയാണ്. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് പോലും അവർ കഷ്ടപ്പെടുന്ന സാഹചര്യം കാണുന്നുണ്ട്. കാരണം രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് കൊണ്ടുപോകാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പും അവരുടെ ഫാമിലി ഇഷ്യൂസും ആയിരിക്കാം, അവരുടെ ലൈഫ് സിറ്റുവേഷൻസ് ആയിരിക്കാം. അത് ഒന്നിച്ച് കൊണ്ടുപോകാൻ ആ വ്യക്തിക്ക് കഴിയാത്തതായിട്ട് കാണുന്നുണ്ട്. അത്രമാത്രം അവരുടെ ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടാവുന്ന ഒരു സമയമാണ്. മേ ബി അവർക്ക് ഒരുപാട് സ്ട്രെങ്ത് ഉണ്ടായിരിക്കാം. പക്ഷെ അവര് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അകപ്പെട്ടത് കൊണ്ട് ആ സിറ്റുവേഷനിലൂടെ കടന്നു പോവാൻ അവര് നിർബന്ധിതരായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അവരുടെ സ്ട്രെങ്ത് എന്താണ് അല്ലെങ്കിൽ അവരാരാണ്, അവരുടെ റിയാലിറ്റി എന്താണ് എന്ന് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെ അവർ കടന്നു പോകുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ അവര് ആ ഒരു സിറ്റുവേഷനിലെ കണ്ടീഷൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അവർക്ക് അവരുടെ റിയാലിറ്റി അവർ മാറ്റി വെച്ചതിന് ശേഷം അത്തരം സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോകാനായിട്ട് അവർ ശ്രമിക്കുന്ന സിറ്റുവേഷനാണ് കാണുന്നത്. ഓക്കെ. അവരുടെ മനസ്സിൽ ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ട്. ഒരുപാട് മാനസിക പിരിമുറുക്കങ്ങളിലൂടെ അവർ കടന്നു പോവുകയാണ്. മേ ബി അവരുടെ കരിയറിൽ എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവാം. അല്ലെങ്കിൽ അവർക്ക് ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ടായിരിക്കാം. മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ കഴിയാത്ത അത്രമാത്രമുള്ളൊരു സ്ട്രഗിൾസ് അവരുടെ ലൈഫിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അവർ ഒരുപാട് മാനസികമായിട്ട് തകർന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റക്നെസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ടാക്കിയിട്ടുള്ളത്, ചിലപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പാർട്ട്ണർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു ബാലൻസിങ് എനർജി കൊണ്ടുവരാനായിട്ടാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. പക്ഷെ ഈ ഒരു കാര്യം ചിലപ്പോൾ അവർ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ അവർ ഇത്രമാത്രം ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ഒരു കാർഡ്സിലൂടെ നമുക്ക് വ്യക്തമാവുന്ന കാര്യം. ഓക്കെ. ഗെറ്റ് ടു നോ ഈച്ച് അതർ. ഓക്കെ. ഈ ഒരു സമയത്ത് അവർക്ക്
മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഈ സെപ്പറേഷനിലൂടെ നിങ്ങളുടെ വാല്യൂ എത്രമാത്രമാണ്, നിങ്ങളുടെ സ്നേഹം എത്രമാത്രമാണ് എന്ന് മനസ്സിലാക്കുന്നു എന്ന് അവര് ഈ ഒരു സമയത്ത് അവരുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, യെസ്, അവർക്ക് നിങ്ങളെ അവരുടെ സോൾമേറ്റ് ആയിട്ടാണ് അവർക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്ന സമയത്തുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ അവർ ഓർക്കുന്നുണ്ടാവാം. ഓക്കെ, യെസ്, ഒരു ന്യൂ ഡോർ ഓപ്പൺ ചെയ്യുമെന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു സിറ്റുവേഷൻ എല്ലാം മാറിയിട്ട് അവർ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം. ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ന്യൂ ഡോർ ഓപ്പൺ ചെയ്യണം, ഈ ഒരു സെപ്പറേഷൻ മാറിയിട്ട് നിങ്ങളിലേക്ക് തിരികെ വരണം എന്ന് ഇവരിപ്പോൾ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം. യെസ്, നിങ്ങൾ സ്നേഹം അർഹിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ആ ഒരു തീവ്രമായിട്ടുള്ള സ്നേഹം, അതായത് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന സ്നേഹം അവർക്ക് നിങ്ങൾക്ക് തരണമെന്ന് അവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് തരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. ആൻഡ് യെസ്, ഒരു റീയൂണിയൻ ആണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള റീയൂണിയന് വേണ്ടിയിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി അവർ ഈ ഒരു സിറ്റുവേഷനിലൂടെ അവരുടെ ലൈഫിൽ ഇത്രയധികം പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലൂടെ അവർ പോകുന്നത് കൊണ്ട് മാത്രമാണ് അവർക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടി വരുന്നത്. പക്ഷെ അവർ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ ആണ്. നിങ്ങൾ അർഹിക്കുന്ന സ്നേഹം നിങ്ങൾക്ക് തരണം, നിങ്ങൾക്കൊരു ജസ്റ്റിസ് നൽകണം, ഈ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ഡോർ ഓപ്പൺ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണം എന്നെല്ലാം അവർ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് അവർക്ക് ഈ ഒരു സമയത്ത് ഉള്ള ഫീലിങ്സ് ആയിട്ട് ഇവിടെ കിട്ടുന്നത്. മൈ ഹാർട്ട് ഈസ് കോളിംഗ് യു. അവരുടെ ഹൃദയം നിങ്ങളെ വിളിക്കുന്നുണ്ട്. ഓക്കെ, ഐ എം ലുക്കിംഗ് അറ്റ് യുവർ പിക്ചർ ഓൾ ദി ടൈം. എപ്പോഴും അവർക്ക് നിങ്ങളെ പിക്ചർ വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളെ പിക്ചറിലൂടെ അവർ നിങ്ങളെ കാണുന്നുണ്ട്. അവരെപ്പോഴും നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടാവാം. ഐ എം റെഡി ടു കമ്മിറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. യു ആർ മൈ ട്വിൻ ഫ്ലെയിം. ചിലപ്പോഴെങ്കിലും അതൊരു നിങ്ങൾ ഒരു ട്വിൻ ഫ്ലെയിം ആണ് എന്ന് പോലും അവർക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ഐ മിസ് യു വെരി ബാഡ്ലി, യുവർ സൈലൻസ് ഈസ് കില്ലിങ് മീ. ഓക്കെ, അവരൊരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സൈലൻസ് ആയിട്ട് ഇരിക്കുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അവരെ ഒരുപാട് ആഴങ്ങളിൽ വേദനിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഐ റിയലി വോണ്ട് ടു ബി വിത്ത് യു, ബട്ട് ഐ ജസ്റ്റ് ഡോണ്ട് നോ ഹൗ വി ആർ ഗോയിങ് ടു മേക്ക് ദിസ് വർക്ക്. ഓക്കെ, ഇപ്പോൾ അവർ തീർച്ചയായിട്ടും അവർ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഉണ്ടാവാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർക്കറിയില്ല അത് എങ്ങനെയാണ് അത് പോസിബിലിറ്റിയിലേക്ക് കൊണ്ടുവരേണ്ടത്, അതെങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്ന് അവർക്ക് അറിയില്ല. അതായത് നിങ്ങളുമായിട്ട് ഒരു റിയൂണിയന് വേണ്ടിയിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെ റിയാലിറ്റി കൊണ്ടുവരും എന്ന് അവർക്ക് അറിയുന്നുണ്ടാവില്ല. പ്ലീസ് ഫോർഗീവ് മീ, ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണെന്ന് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അവരോട് നിങ്ങൾ ഫർഗീവ് ചെയ്യുക എന്നും അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്.